വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931 200 916. മലവാരങ്ങൾ കടുവ ഭീതിയിൽ. ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ മുടങ്ങിയിട്ട് ഒരാഴ്ചയായി. തൊഴിലാളികളും ചെറുകിട തോട്ടമുടമകളും പ്രതിസന്ധിയിലേക്ക്. നരഭോജിയായ കടുവയെ പിടികൂടാനായില്ലെങ്കിൽ തൊഴിലാളികൾ പട്ടിണിയിലേക്ക്. ഇതിനിടെ 8ാം ദിവസവും കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളുമായി ദൗത്യസംഘം മല കയറി. അടക്കാക്കുണ്ട് പാറശ്ശേരി മലവാരങ്ങളിൽ നരഭോജിയായ കടുവയെ പിടികൂടാനാക്കാത്തതിൽ തൊഴിലാളികൾ പട്ടിണിയിലേക്ക്. ബുധനാഴ്ച വൈകുന്നേരം ദൗത്യസംഘവും നാട്ടുകാരും കടുവയെ നേരിൽ കണ്ടിട്ടും വെടിവെച്ച് ദൗത്യം പൂർത്തീകരിക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മഴ നേരത്തെ എത്തിയതിനാൽ റൈൻ ഗാർഡിംഗ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ടാപ്പിംഗ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. പട്ടിണിയിലേക്ക് നീങ്ങുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നു. ഞങ്ങൾ പ്ലാസ്റ്റിക് ഇട്ട് കിടക്കുന്ന തോട്ടമാണ്. ഞങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇയാളെ കടുവ പിടിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങളുടെ തോട്ടം. പുത്തമ്പരിക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ സ്ഥലത്താണ് ഞാൻ ടാപ്പ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതിലെയാണ് ഈ കടുവ 2-3 പ്രാവശ്യം ഇയാളെ പിടിച്ചതിന് ശേഷം നടന്നു പോയേക്കുന്നത്. അതിൻ്റെ കാലടിയൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇപ്പോൾ ഈ സുൽത്താന എന്ന് പറയുന്ന ഈ സൈഡിലേക്ക് പോയേക്കുമായിരുന്നു. അങ്ങനെയാണ് എസ് വളവെന്ന് ഇന്നലെ കാണുകയുണ്ടായത്. പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് കെണിയിലകപ്പെടുന്നില്ല. കെണിയുടെ കൂട് വെച്ചിരിക്കുന്നതിൻ്റെ വാദത്തിൽ വരെ ഈ കടുവ വന്നായിരുന്നു. ചവിട്ടുപാടുണ്ട്. പിന്നെ ഇവനെ പിടിച്ചെടുത്ത് 2ാം ദിവസം വെളുപ്പിന് 5:15 വന്ന് ചവിട്ടിയേക്കുന്ന പാടും ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഫോറസ്റ്റുകാർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു 350 കിലോ തൂക്കം വരുന്ന കടുവയും 12-13 വയസ്സും പ്രായമുണ്ടെന്നാണ് പറഞ്ഞത്. ടാപ്പിംഗ് ഈ മേഖലയിലൊന്നും നടക്കുന്നില്ല അല്ലേ? ഇല്ല, ഇവിടെ നടക്കുന്നില്ല. ഇതിനിടെ സ്വകാര്യ ഭൂമികളോടും ജനവാസ കേന്ദ്രങ്ങളോടും ചേർന്ന വനങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യമുയർന്നു. കാട് മൂടിക്കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ ഉടമസ്ഥർ കാട് വെട്ടിത്തെളിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ്, ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നു. കടുവപ്പേടിയിലാണ് ഇപ്പോൾ ഇവിടെ അടക്കാക്കുണ്ട് നിവാസികൾ. ഈ കടുവപ്പേടിക്കുള്ള ഒരു കാരണം ഒരു പരിധി വരെ ഈ ഫോറസ്റ്റിൽ നിന്ന് കുറേ വിട്ടിട്ടാണ്. ഇപ്പോൾ ഞാനൊക്കെ താമസിക്കണ ഈ മയിലാടി അറിയുന്നത് ഇവിടുന്ന് ഫോറസ്റ്റ് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലുണ്ട്. പക്ഷേ പലരും സ്വന്തം പറമ്പിലെ ഈ പാറക്കെട്ടുകൾ അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് കാടാക്കിയിടുകയാണ്. ആ കാടാക്കിയിട്ടിട്ട് ഈ കടുവക്ക് വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ പുലിക്ക് വന്ന് നിൽക്കാനൊക്കെ ഒരു സൗകര്യങ്ങൾ കടുവൻ്റെ അല്ല പന്നിൻ്റെയൊക്കെ ആക്രമണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പന്നി തട്ടിയ ആക്രമണങ്ങൾ കരുവാറുണ്ട്. കാളിയ പഞ്ചായത്തിൽ ഏകദേശം എല്ലാ ദിവസവും വാർത്തയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറേ നമ്മളെടുത്തുനിന്നും അതിൻ്റെ പിഴവുകളുണ്ട്. ആ കാടുകൾ വെട്ടിത്തെളിയിക്കണം. സ്വന്തം പറമ്പിലെ കാട് വെട്ടിത്തെളിയിക്കണം. ഈ കടുവ ആക്രമിച്ചതും ഒരു പ്രൈവറ്റ് വ്യക്തിൻ്റെ പറമ്പെന്നാണല്ലോ. അവിടെ കാടായതുകൊണ്ടാണല്ലോ ആ കാടുകളൊക്കെ തെളിച്ച ഒരു പരിധി വരെ ഈ കടുവ മേലിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഇത് കാണാനേലും ജനങ്ങൾക്ക് പറ്റുമല്ലോ. പിന്നെ രണ്ടാമത് ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തണില്ല. അത് കത്താനൊരു സംവിധാനമൊക്കെ ഉണ്ടാവട്ടെ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.